സൈന്യമില്ലാത്ത സൈന്യാധിപൻ, രാജ്യമില്ലാത്ത ഭരണാധികാരി. പുതിയ കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയം തോന്നും. എന്നാൽ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതായത് സൈന്യമില്ലാത്ത സൈന്യാധിപനായിട്ട് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസിം മുനീർ മാറുന്നു. ഭരണാധികാരിയായിട്ട് ഷഹബാസ് ഷെരീഫ് മാറുന്നു. കാരണം പാകിസ്ഥാനിലുണ്ടാകുന്ന ആഭ്യന്തര കലാപത്തെ നിയന്ത്രിക്കാനോ അത് പരിഹരിക്കാനോ പാക് സൈന്യത്തിനോ ഭരണകൂടത്തിനോ സാധിക്കുന്നില്ല. മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പറയുകയാണ്, സൈന്യം എന്ന് പറയുന്നത് ഹാൻഡിക്യാപ്ഡാണ്. ബലൂചിസ്ഥാൻ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികളെ മറികടക്കാൻ സൈന്യത്തിന് കഴിയുന്നില്ല. ബലൂജ് മേഖലയിലുള്ള പോരാളികളുടെ കയ്യിൽ അത്യന്താധുനിക ആയുധങ്ങൾ, അതുപോലെ തന്നെ അത്യന്താധുനിക യുദ്ധതന്ത്രങ്ങൾ, പണവുമൊക്കെ ധാരാളം വരുന്നു. പാകിസ്ഥാന് പോലും ഇതില്ല. ഇത് പറയുന്നത് പ്രതിരോധ മന്ത്രിയാ എന്ന് പറഞ്ഞാൽ സൈന്യത്തെ നിയന്ത്രിക്കേണ്ട അസിം മുനീർ വലിയ വീഴ്ച വരുത്തിയെന്ന് പറയുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ബലൂജിൽ കലാപമൊക്കെ ഉണ്ടായപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് സൈന്യത്തെ അയക്കുകയാണ്. അവിടെ നിയന്ത്രിക്കുന്നത് ലഫ്റ്റനന്റ് ജനറലായ ഇമ്രാൻ ദയാലാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്തിന്? ഇന്ത്യയിലേക്ക്, കശ്മീരിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറുക ചെയ്യുന്നത് പോലും ഇയാളുടെ നിയന്ത്രണത്തിലാണ്. ഇയാളാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ പോരാട്ടം നടക്കുമ്പോൾ അവിടെ ഒരു പദ്ധതിയുമായിട്ട് പോവുകയായിരുന്ന ഈ ലഫ്റ്റനന്റ് കേണൽ ഇമ്രാൻ ദയാലിനെ അജ്ഞാതർ 2 വീലറിലെത്തി തടഞ്ഞു നിർത്തി വെടിവെച്ച് കൊല്ലുന്നു. 3 അംഗരക്ഷകരെയും കൊന്നു. പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും കാലം ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ബലൂജിലെ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതും ഇവിടെ തകർന്നു വീഴുകയാണ്. ഇനി ഇവിടേക്ക് ഒരു പാകിസ്ഥാനിലെ ഷിയ വിഭാഗം, നമുക്കറിയാം പാകിസ്ഥാനിലെ ന്യൂനപക്ഷമാണ് ഷിയ വിഭാഗം. ഈ ഷിയ വിഭാഗത്തിന്റെ പള്ളിയിലേക്ക് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റായിട്ടുള്ള ഷർക്കത്ത് മർസിയാലോ സന്ദർശിക്കാനിരിക്കെ അവിടെ ഒരു ചാവേർ സ്ഫോടനം ഉണ്ടാകുന്നു. 70-ലധികം ആളുകൾ കൊല്ലപ്പെടുന്നു. അതായത് അക്രമകാരിയെ പള്ളിയുടെ കവാടത്തിൽ വെച്ച് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെങ്കിലും അവിടെ വെച്ച് ഇയാൾ ചിതറുകയാണ് ചെയ്യുന്നത്. നിരവധി പേര് കൊല്ലപ്പെടുന്നു. അങ്ങനെ ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും തുടർച്ചയായി ഉണ്ടാകുന്ന കലാപങ്ങളെ, ആക്രമണങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനിടയിൽ ഇതാ ഇന്ത്യയുടെ പുതിയ നീക്കം നടക്കുകയാണ്. അതായത് നമ്മൾ ഈ സിന്ധു നദീജലത്തെ നിയന്ത്രിക്കുന്നതിന് ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ചില പദ്ധതികൾ നടപ്പാക്കി. അതിൻ്റെ തുടർച്ചയായിട്ട് സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി നടപ്പാക്കുന്നു. ഈ വർഷം അവസാനത്തോടെ ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പദ്ധതിയിലൂടെ പാകിസ്ഥാനിലെ ഉധംപൂർ, റംബാൻ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും തരിശായി മാറുമെന്ന് പറയാം. കാരണം ജമ്മു കാശ്മീരിലൂടെ ഒഴുകി വരുന്ന നദിയിലെ വെള്ളമൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് പാകിസ്ഥാൻ അവിടെ കൃഷി ചെയ്തിരുന്നത്. പാകിസ്ഥാന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ആ മേഖലയിൽ ഇന്ത്യ ഇപ്പം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ അനുമതി കിട്ടിയതോടുകൂടിയാണ് 1856 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ സാമ്പൽകോട്ട് ജലവൈദ്യുത പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് പോകുന്നത്. ഇതോടുകൂടി ചെനാബ് നദിയിലെ ജലം ആവശ്യത്തിന് പാകിസ്ഥാന് കിട്ടാതെ വരുന്നു. അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ യുദ്ധമുണ്ടാകാത്ത സാഹചര്യത്തിൽ പോലും പാകിസ്ഥാൻ വലിയ ആശങ്കയിലാണ്. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഭരണാധികാരിയാണ്. ഷഹബാസ് ഷെരീഫിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈയിടെ അസിം മുനീറിനെ ഇടയ്ക്കിടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് വലിയ ട്രീറ്റ് നടത്തുകയൊക്കെ ചെയ്തു. ഇവർ ഇവിടുന്ന് ബലൂചിസ്ഥാനിൽ ഒരുപാട് മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ ഇതിൻ്റെ ചില ഉദാഹരണങ്ങളായിട്ടുള്ള ചില സാമ്പിളുകളൊക്കെ എടുത്തുകൊണ്ട് പോയി ട്രംപിനെ കാണിച്ചു. അതോടുകൂടി ട്രംപിൽ വിശ്വാസം വന്നു എന്നാണ് ഇവർ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അമേരിക്ക ഒരു വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി ഇന്ത്യയാണ് തങ്ങളുടെ പ്രധാന ഫ്രണ്ട് എന്ന നിലയിലേക്ക് കാര്യം മാറി. മാത്രമല്ല, ട്രംപ് മൈ ഡിയർ ഫ്രണ്ട് എന്നാണ് ഇപ്പോഴും മോദിയെ വിളിക്കുന്നത്. ഇത് കൂടാതെ ലോകത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാത്ത 4 രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും ആ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വെച്ചു പുലർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നെന്നും അമേരിക്ക തുറന്നു പറയുകയാണ്. എന്നിട്ട് അക്സായി ചിന്നും പാക് ഒക്കുപൈഡ് കശ്മീരുമൊക്കെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് വരുന്ന ഒരു ഭൂപടവും അമേരിക്ക പ്രസിദ്ധീകരിച്ചു. സാധാരണഗതിയിൽ ഈ POK മേഖലയൊക്കെ തന്നെ ഡിസ്പ്യൂട്ട് ടെറിട്ടറി, അതായത് തർക്ക മേഖല എന്ന നിലയിൽ ഡോട്ട്സ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ആരോ മാർക്കൊക്കെ ഇട്ടാണ് ഭൂപടത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു പ്രതീകാത്മക ഭൂപടം ഇറക്കിയപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നാൾ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്ത പാകിസ്ഥാന് വലിയ തിരിച്ചടി കിട്ടുകയാണ്. ട്രംപിന് നോബൽ സമ്മാനം കിട്ടണം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ച അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ആക്രമണം അവസാനിപ്പിച്ചത് അമേരിക്ക ഇടപെട്ടാണെന്നൊക്കെ പറഞ്ഞ് അമേരിക്കയെ പരമാവധി സുഖിപ്പിച്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും പാക് സൈന്യാധിപനായിട്ടുള്ള അസിം മുനീറിനും സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാത്ത
അവസ്ഥ. അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ എതിരാണ്. ഖൈബർ പക്തൂൺഖായിൽ തുടർച്ചയായി കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ സേനയ്ക്ക് പോലും അവിടേക്ക് കടന്നു കയറാൻ കഴിയുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണകൂടവും ഭരണകർത്താക്കളും എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല. ഇതിപ്പോൾ മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഈ ഇസ്ലാമാബാദിലെ ജുഡീഷ്യൽ കോംപ്ലക്സിൽ വലിയൊരു സ്ഫോടനമുണ്ടായി. അന്ന് 12 പേര് കൊല്ലപ്പെട്ടു. അതിനുശേഷം ബലൂജിലുണ്ടായ ആക്രമണത്തിൽ 36 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇന്ന് വരെയും ഈ കലാപത്തെ, ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്ത ഒരു രാജ്യത്തെ എന്തിനാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികൾ എന്തിനാണ് ഞങ്ങൾ ചുമക്കുന്നത്? നമുക്കറിയാം, നേരത്തെ തന്നെ ഖ്വാജ ആസിഫും അസീം മുനീറും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഈ സ്ഫോടനവും അക്രമ പരമ്പരയൊക്കെ ഉണ്ടാകുമ്പം പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫൊക്കെ അപലപിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു മുന്നേറ്റവും നടത്താൻ പറ്റുന്നില്ല. കാരണമല്ല, ഇന്ത്യയെ കീഴടക്കാൻ എളുപ്പമല്ലെന്ന് ചൈന പോലും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അക്സായി ചിഹ്നമൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടും ചൈന ഒന്നും മിണ്ടാത്തത്. അപ്പം മറ്റേതെങ്കിലും ഒരു രാജ്യം പ്രസിദ്ധീകരിക്കുന്ന പോലെയല്ല, നമ്മളുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഈ പ്രദേശങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു എന്ന് വെച്ചാൽ ഇതാണ് യാഥാർത്ഥ്യമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ചൈന ഇപ്പം അത് നമുക്കറിയില്ല, ഇപ്പോൾ ഷീ ജിൻപിങ്ങുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നല്ല ബന്ധമൊക്കെയാണ്. പക്ഷേ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടാണ്. ശരിക്കും ട്രംപിന് ഏറ്റവും അധികം വിശ്വസ്തതയുള്ള, ഏറ്റവും അധികം ബഹുമാനമുള്ള രണ്ട് ഭരണാധികാരികളെ ഉള്ളൂ. ഒന്ന് വ്ളാഡിമിർ പുടിനാണ്, റഷ്യൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നരേന്ദ്രമോദിയുമായിട്ടാണ്. അപ്പം നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇടപെടുന്ന രീതി, പാകിസ്ഥാനിൽ ഇടപെടുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ട്രംപിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രംപിന് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ഒരാളാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 2070 വരെ ചൈനയുടെ ആധിപത്യമൊക്കെ തുടരുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എങ്കിലും ആ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഇന്ത്യ ഒരു മേജർ പവറായിട്ട് മാറും. അമേരിക്കൻ ശക്തി കുറയും. ഇപ്പോൾ ഡോളറിൻ്റെയൊക്കെ വിലയിടിയുന്ന ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉലയാതെ പോകാനായിട്ട് ഷീ ജിൻപിങ് ശ്രമിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ചവിട്ടി പുറത്താക്കുന്ന ആരെയാണ്? പാകിസ്ഥാനെയാണ്. ഒപ്പം തന്നെ അവിടേക്കുള്ള ജലത്തെ നിയന്ത്രിക്കാനായിട്ട് ഇന്ത്യ പുതിയ പദ്ധതികൾ നടപ്പാക്കുകയാണ്. ഇപ്പം 1000 മെഗാവാട്ടിൻ്റെ പക്കൽദൂർ പ്രൊജക്റ്റ് ഇന്ത്യ നടപ്പാക്കാനായിട്ട് പോകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിൽ ഒന്നായിട്ട് ഇത് മാറും. 2026 ഡിസംബറിൽ ഇത് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി പാകിസ്ഥാനിലേക്കുള്ള ജലത്തിൻ്റെ അളവ് വൻതോതിൽ കുറയും. അങ്ങനെയാണെങ്കിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള പാകിസ്ഥാനിലെ ഈ പ്രദേശങ്ങൾ എല്ലാം തന്നെ കൃഷി ചെയ്യാൻ കഴിയാത്ത വിധം കരിഞ്ഞുണങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പം യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധം വഷളായാൽ പോലും ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക്, അതായത് ഈ ചെനാബ് നദിയിലൂടെ ഒഴുകുന്ന ജലത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം രൂക്ഷമായിട്ടും പാകിസ്ഥാൻ സൈന്യത്തിന് ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. പാക് പ്രധാനമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജനരോഷം കൂടുതൽ രൂക്ഷമായാൽ, അല്ലെങ്കിൽ ശക്തമായാൽ, ഒരുപക്ഷെ അസീം മുനീറിന് രാജ്യം വിട്ടോടേണ്ടി വരും. പാക് പ്രധാനമന്ത്രിക്ക് രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അഭയം തേടി പോകേണ്ടി വരും. ഇപ്പോൾ ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിലും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിലും പോരാളികൾ വിജയം നേടുകയും അവർ ഇസ്ലാമാബാദിലേക്ക് കൂട്ടത്തോടെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അസീം മുനീറും അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫും രാജ്യം വിട്ടോടും. ഖ്വാജ ആസിഫും ഇതിനേതാണ്ട് അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കാരണം പാകിസ്ഥാൻ ആർമിക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല ബലൂജികളുടെ മുമ്പിൽ. മാത്രമല്ല, പാകിസ്ഥാന് അമേരിക്ക 19% തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്ക് 18% തീരുവ മാത്രമേ നൽകിയിട്ടുള്ളൂ. അങ്ങനെ പ്രതീകാത്മകമായ മാപ്പ് പുറത്തിറക്കിക്കൊണ്ട് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു, ഇന്ത്യക്ക് തീരുവ കുറയ്ക്കുന്നു. ഇന്ത്യയാണ് ഈ ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ പ്രധാന ഫ്രണ്ട്, തങ്ങളുടെ ബിസിനസ് പാർട്ണർ എന്ന് അമേരിക്ക അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇതോടുകൂടി പാകിസ്ഥാൻ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ വെറുക്കുകയാണ്. പാകിസ്ഥാൻ ജനതയ്ക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അമേരിക്ക തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ ആ രാജ്യം മറികടക്കാനാകും, ആ രാജ്യത്തിന് ഈ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാനാകും എന്നാണ് പാക് ജനത മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.